അവനക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല. പക്ഷേ അല്ലേ എന്താ അവനക്ക് ടെൻഷൻ ഉണ്ട്. എന്താ ചെയ്യാ? അസ്സലാമലൈക്കും. ഉള്ളടം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹാഫിളായ ഒരു ചെറിയ കുട്ടിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കാനുള്ള രംഗമാണ്. ഇവർ പഠിക്കണ രംഗം കണ്ടുപോയി. ഒറ്റയ്ക്ക് ഒരുപാട് അപ്പുറത്ത് ഇരുന്ന് കണ്ടില്ലേ, ചെറിയ മക്കളാണ്. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണ് ഇവർ, കണ്ടില്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഹാഫിളായ മുസമ്മിൽ ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ചു ഈ ചെറിയ കുട്ടി. ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. കാരണം രാവിലെ സുബൈക്ക് ഒരു 5 മണിക്ക് 4:30 മണിക്ക് നീച്ച് അല്ലടാ 4:30 മണിക്ക് നീച്ച് ഇവർ പഠിക്കുകയാണത്. നമുക്ക് അത്ഭുതപ്പെടേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ. കാരണം എന്നും ബഹുമാനിക്കേണ്ട ഹാഫിളീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ 30 ജുസും കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. ഇവരൊക്കെ നമ്മൾ എന്നും ബഹുമാനിക്കേണ്ടി ആദരിക്കേണ്ടി. ഇവരെ കൈയാണ് നമ്മളെന്നും മുത്തേണ്ടത്. അല്ലാതെ ഇവരെയാണ് നമ്മൾ കാണുമ്പം എന്നും ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ അല്ലേ. കളിക്കാനൊക്കെ പോലില്ലേ? ക്രിക്കറ്റ് കളിക്കൽ? ഫുട്ബോളോ? ഫുട്ബോളാണ് കേട്ടോ. കളിയൊക്കെ ഫുട്ബോളാണ്. എനിക്ക് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗ്രൗണ്ടിൽ ഒരു പോണാണ്. സ്കൂളിൽ എത്രല്ല പഠിക്കണേ? 7ാം ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടുന്ന് പോവുകയാണല്ലേ. ഇവിടെ നല്ല ഉഷാറല്ലേ? ഞാൻ രസമല്ലേ? ഇവരൊക്കെ വിട്ട് പോവുകയാണ് നിങ്ങൾ അല്ലേ? ടെൻഷൻ ഉണ്ടോ ഇവരൊക്കെ പോകുമ്പോൾ? ഇവിടെ വിട്ട് പോകുമ്പോൾ വിഷമമുണ്ടോ? ഇല്ലല്ലേ? ഇവരൊക്കെ ഇടയ്ക്ക് വരേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇവരൊക്കെ കാണാൻ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവൻ്റെ വീഡിയോ വൈറലായൊരു വീഡിയോ ആയിരുന്നു അത്. വീട്ടുകാർ ഇവനെ സ്വീകരിക്കണ ഒരു രംഗമുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായാലും ഉഷാറാട്ടെ. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്ര ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും ഉയരങ്ങളിൽ എത്തട്ടെ ഇവരൊക്കെ. ഓക്കെ. ഇതാണ് കേട്ടോ മുസമ്മിലിൻ്റെ കൂട്ടുകാർ. വേണ്ട അവരെ വിട്ടിട്ട് അടുത്ത ശനിയാഴ്ച ഇപ്പം ഇവിടുന്ന് പോവുകയാണ്. മോന് നല്ല വിഷമമുണ്ട് ഇവരൊക്കെ വിട്ട് പോകുമ്പോൾ. മോനക്ക് പറയാൻ കഴിയില്ല അല്ലേ മുസമ്മില? അപ്പോൾ അതാണ് കുറച്ച് കാലം വരെ കൂടുതൽ തന്നെ കളിച്ച് പഠിച്ചു, സ്കൂളിൽ പോയി, അങ്ങനെയൊക്കെ ഇവരെ കൂടുതൽ തന്നെ ആയിരുന്നു ഇവർ. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين
وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉള്ളണം കോട്ടായി ജുമാ മസ്ജിദിലെ തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ നിന്നും കഴിഞ്ഞ വർഷത്തിൽ റമദാൻ്റെ മുന്നോടിയായിക്കൊണ്ട് 9 മാസം കൊണ്ട് കടലുണ്ടി നഗരത്തിലെ മുസമ്മിൽ എന്ന വിദ്യാർത്ഥി നമ്മുടെ സ്ഥാപനത്തിലൊന്നും ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി. അൽഹംദുലില്ലാ. അതിനുശേഷം ഒരു വർഷം ആവർത്തനവും നടത്തി ഈ വരുന്ന ശനിയാഴ്ചയോടുകൂടി ഇവിടെ പഠനം പൂർത്തിയാക്കി മറ്റൊരു സ്ഥാപനത്തിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി പോവുകയാണ്. കോട്ടായി മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ ശനിയാഴ്ച ഇവിടെ നടക്കുന്ന മതപഠന ക്ലാസ്സിൻ്റെ സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കോറാട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അവനക്ക് യാത്രയപ്പ് നൽകുകയാണ്. അൽഹംദുലില്ലാ. ഈ ഒരു വർഷത്തിനിടയ്ക്ക് കുറഞ്ഞ സമയം കൊണ്ടാണ് ആ കുട്ടി ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയത്. ആദ്യമൊക്കെ കുറഞ്ഞ ഭാഗങ്ങളാണ് പഠിച്ച് കേൾപ്പിച്ചതെങ്കിൽ അവനക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി കൂടുതൽ ഭാഗങ്ങൾ പഠിക്കാൻ കൊടുക്കുകയും അത് വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ പഠിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവസാന സമയങ്ങളിൽ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിലായി, 3 മാസം എന്ന് തന്നെ പറയാം, അവസാനത്തെ 15 ജുസ് അവൻ പഠിച്ചെടുത്തത്. അൽഹംദുലില്ലാ. അവൻ്റെ പഠന സമയങ്ങളിലൊക്കെ അവൻ്റെ കഠിനാധ്വാനമാണ് ആ കുറഞ്ഞ സമയം കൊണ്ട് അവനക്ക് പഠിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയതിന് ശേഷം ആദ്യമായി വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കളടക്കം അവൻ്റെ കുടുംബക്കാർ അവനെ നല്ല രീതിയിൽ അവനെ സ്വീകരിക്കുകയും നോട്ടുമാലയൊക്കെ ഇട്ട് മറ്റു പൂക്കളൊക്കെ വിതറിക്കൊണ്ട് തൻ്റെ മകൻ ഖുർആൻ മനഃപ്പാടമാക്കി എന്നൊരു കാരണത്താൽ വലിയ ഒരു സ്വീകാര്യത നൽകുന്ന രൂപത്തിൽ നാട്ടുകാരെയും അയൽവാസികളെയും കുടുംബക്കാരെയൊക്കെ ക്ഷണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലിക്കൊണ്ട് അവനെ സ്വീകരിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സംഗതിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പൊന്നുമോൻ്റെ ഹിഫ്ളിൽ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഹൈഫിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات كان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا الذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العظيم. മാഷാ അല്ലാ. നമ്മളെ മുസമ്മിൽ അടിപൊളിയായിട്ട് ഓതിട്ടോ. എൻ്റെ വീട് കടലുണ്ടി നഗരത്തിലാണ്.
അബ്ദുൽ ലത്തീഫ് ഷെരീഫ എന്നീ ദമ്പതികളുടെ മകനാണ് മുസമ്മിൽ. ഇവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നമ്മുടെ മമ്പറത്ത് ഹിഫ്ള് കോളേജിൽ നിന്നും ഹിഫ്ള് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ദാറുൽ ഹുദയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വീട്ടിലെ 2 മക്കൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. ഒരു കുട്ടി മനഃപ്പാഠമാക്കിയാൽ തന്നെ ഒരുപാട് പുണ്യങ്ങൾ, മഹത്വങ്ങൾ അതിനുണ്ട്. മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും ഒരുപാട് ഗുണങ്ങൾ, നാളെ മഹ്ശറയിലൊക്കെ പ്രത്യേകം കിരീടം അണിയിക്കുമെന്നൊക്കെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാഫിളിന് കിട്ടുന്ന എല്ലാ പുണ്യങ്ങളും ഈ മക്കൾക്കും ആ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനൊക്കെ അല്ലാഹു നൽകട്ടെ. അതുപോലെ തന്നെ ഈ നാട്ടുകാർ, ഈ സ്ഥാപനം 6 വർഷം മുമ്പാണ് നമ്മുടെ ഉള്ളണം കോട്ടായി മഹലിൻ്റെ കീഴിൽ ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് തുടക്കം കുറിച്ചത്. ഇതിനു വേണ്ടി നാട്ടുകാരും മറ്റുമൊക്കെ അകമൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നിലവിൽ ഇവിടെ നിന്നും 11 വിദ്യാർത്ഥികൾ ഹിഫ്ള് പഠനം പൂർത്തീകരിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് തുടർ പഠനത്തിന് പോവുകയും ഈ വർഷം നമ്മുടെ മുസമ്മിലും തുടർ പഠനത്തിന് വേണ്ടി പോവുകയാണ്.